السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത 7 ഉപദേശങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മിസ്കീന്മാരായ പാവപ്പെട്ടവരായ ആളുകളെ ഇഷ്ടപ്പെടാനും അവരോട് ചേർന്ന് നിൽക്കാനും വേണ്ടി എന്നോട് കൽപ്പിച്ചു എന്ന്. രണ്ടാമതായി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, വ അമറനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, ചില റിവായത്തിൽ എന്നോട് ഉപദേശം നൽകി, എനിക്ക് വസിയത്തായി നൽകി. എന്താണ്? അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എനിക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുവാനും അതുപോലെ തന്നെ തന്നെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഉപദേശം നൽകി എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. അവിടെ അതിൻ്റെ കാരണവും എന്താണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അതാണ് നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഏതൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ആയിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യമായിക്കോട്ടെ, ഏതേത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, മറ്റൊരാളിൽ നിന്ന് തരംതിരിക്കുന്ന ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്രയ്ക്ക് നിഅമത്ത് തന്നല്ലോ എന്നുള്ള ഒരു നന്ദിയുടെ ഹൃദയമായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുക, നമ്മുടെ ഹൃദയം സലാമത്താവുക. അതുപോലെ തന്നെ ഒരാൾ തന്നെക്കാൾ മുകളിലുള്ള, തന്നെക്കാൾ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സമ്പത്തിലുള്ള, തറവാടിത്തമുള്ള ഏത് വിഷയമായിക്കൊള്ളട്ടെ, തന്നെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ അയാൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു നന്ദിയുള്ള അടിമയാകാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ മതിച്ചു കാണുന്ന ഒരു നന്ദിയുള്ള അടിമയാവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ വില കുറച്ച് കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അനുയോജ്യമായത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളും നമ്മുടെ വിഷയത്തിലൊക്കെ ഭൗതികമായും ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കും. പക്ഷേ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ താഴെയുള്ളവരിലേക്കല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇപ്പോൾ ഓന് സുബ്ഹി പിന്നെ സുന്നത്ത് നിസ്കരിക്കണില്ല, ഞാൻ സുന്നത്തും കൂടെ പിന്നെ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെയല്ല. മറിച്ച് അതിനേക്കാൾ കൂടുതൽ അവൻ തഹജ്ജുദും കൂടി നിസ്കരിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതുകൂടി ചേർത്ത് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.